ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ വചനമാരി ചാനലിലൂടെ സന്ധിപ്പാനായിട്ട് ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നിങ്ങളെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും സന്ദേശങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലെ സന്ദേശങ്ങൾ ശ്രമിച്ച നിങ്ങൾ ചില ഞങ്ങളെ വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ പ്രോത്സാഹന വാക്കുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സന്ദേശം ചിലർക്ക് തീരുമാനങ്ങൾക്ക്, സമർപ്പണത്തിന്, അനുഗ്രഹത്തിന്, ക്രമീകരണത്തിനൊക്കെയും നിദാനമായി തീർന്നു നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷമുണ്ട്. തുടർന്ന് ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമമുഖത്തിന് നിലകൊള്ളുവാൻ ദൈവമേ സഹായിക്കുമാറാകട്ടെ. ഈ എപ്പിസോഡിൽ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വേദവാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി. നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന 2 പ്രധാന ഗുണവിശേഷങ്ങൾ ആ ഭാഗത്ത് കാണാൻ കഴിയുന്നു. 1, സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ളവനാണ്. ലോകത്തിൽ പലരും പലപ്പോഴും കരുണ കാണിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും കരുണ കാണിക്കാതിരിക്കുന്നവരുണ്ട്. എന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവം മനസ്സലിവുള്ള പിതാവാണ്. എന്റെയും നിന്റെയും ജീവിതത്തിലെ കഷ്ടത നടുവിൽ, നമ്മുടെ കണ്ണുനീരിന്റെ നടുവിൽ, നാം ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിലൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന, തക്ക സമയത്ത് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴുള്ള നമ്മുടെ രോദനം ഇതാണ്: എന്നെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുന്നില്ല. ഞാൻ കരുണയ്ക്കായി യാചിച്ചപ്പോൾ എന്നോട് കരുണ കാണിച്ചില്ല, എന്റെ പിതാവിനോട് ക്രൂരത കാണിച്ചു, എന്റെ മാതാവിനോട് ക്രൂരത കാണിച്ചു, എന്റെ സഹോദരിമാരോട് ക്രൂരത കാണിച്ചു, എന്റെ മേലധികാരി എന്നോട് ക്രൂരത കാണിച്ചു, സഹപ്രവർത്തകർ ക്രൂരത കാണിച്ചു എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ലോകത്തോടും ജീവിതത്തോടും കുടുംബത്തോടും ഭാവിയോടൊക്കെ വിരക്തി തോന്നിയ ഒരുപാട് പ്രിയപ്പെട്ട ചുറ്റുപാടുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ നിന്നോട് ക്രൂരത കാണിച്ചാലും നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന ദൈവമുണ്ട്. അവനെ അനുഗമിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനെ അനുസരിക്കുക. വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകും. ലോകത്തുള്ള സമസ്ത മനുഷ്യരും അനുകൂലമായിട്ടും ദൈവം പ്രതികൂലമായാൽ നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. എന്നാൽ ലോകം മുഴുവൻ പ്രതികൂലമായാലും ദൈവം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദൈവത്താൽ നിനക്കൊരു വിടുതലുണ്ടാകും. ദാനിയേൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ രാജ്യത്തിലെ രാജാവും പ്രജകളും സർവ്വ സൈന്യാധിപന്മാരെല്ലാം ദാനിയേലിനെതിരായിരുന്നു. ചുറ്റുമുള്ള സമൂഹം അവന് പ്രതികൂലമായിരുന്നു. അവൻ ദൈവത്തിൽ അചഞ്ചല ഭക്തിയുള്ള വ്യക്തിയായിരുന്നുകൊണ്ട്, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ലോകം മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം അവന് അനുകൂലമായിരുന്നു. മാത്രമല്ല
അതുവരെ കാണാത്ത കേൾക്കാത്തൊരു വലിയ അത്ഭുതത്തിന് ഉടമയായി തീരുവാൻ അവരുടെ ജീവിതത്തിൽ അവസരം ലഭിച്ചു. സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ദാനിയേൽ യാതൊരു കേടും പറ്റാതെ പിറ്റേ ദിവസം വെളിയിൽ വന്നു. അതേ സിംഹക്കൂട്ടിലേക്ക് മറ്റു ചിലരെ വലിച്ചിട്ടപ്പോൾ അവരെ താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ സിംഹങ്ങൾ അവരെ കഥ കഴിച്ചു. പ്രതികൂലങ്ങളിൽ നമ്മോട് മനസ്സലിയുന്ന ഒരു പിതാവ്. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു ഭാഗമുണ്ട്. 3 യുവാക്കൾക്കെതിരെ അന്നത്തെ ഭരണകൂടം പ്രതികൂലമായി, ദേശം പ്രതികൂലമായി, സൈന്യം പ്രതികൂലമായി. അവർക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറയുവാൻ ആ രാജ്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ 3 ബാലന്മാരെ നിഷ്കരണം തീച്ചൂളിലേക്ക് വലിച്ചെറിയുവാനിടവരുത്തി. എന്നാൽ സകലരും പ്രതികൂലമായിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തെ മാനിച്ച്, സമർപ്പണത്തെ മാനിച്ച് അനുകൂലമായ ദൈവസാന്നിധ്യം തീച്ചൂളിൽ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. ആ പുസ്തകത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവരെ വലിച്ചെറിഞ്ഞപ്പോൾ വലിച്ചെറിയുവാൻ അടുക്കി ചെന്നവർ ദഹിച്ചുപോയി. എന്നാൽ തീയിൽ വീണ ഈ 3 ബാലന്മാർക്ക് തീയുടെ ഗന്ധം പോലും കേൾക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്കെന്താ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ തീച്ചൂളയ്ക്ക് സമാനമായ അനുഭവങ്ങൾ ഇതിനെ ചുട്ടുപൊളിക്കുന്ന തരത്തിൽ ആളിക്കത്ത് ഉയർന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു പിതാവായ ദൈവം നിനക്കുണ്ട്. പിന്നെ മനഃപൂർവ്വം പലരും ഈ തീച്ചൂളിലേക്ക് വലിച്ചെറിയുകയും നീ അവിടെ കിടന്ന് ബന്ധു കരിഞ്ഞ് നശിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവർ നിനക്കെതിരെ പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെയും, നിന്ദയുടെയും, പരിഹാസത്തിന്റെയും, അപകടങ്ങളുടെയും ഒക്കെ ആയുധങ്ങൾ 7 ഇരട്ടി വർദ്ധിപ്പിച്ച് ദഹിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുമ്പോൾ ആ തീച്ചൂളിലേക്ക് ഇതിനെ വലിച്ചെറിഞ്ഞാലും ദൈവം നിനക്ക് അനുകൂലമാണ്. അവനെ ദഹിപ്പിച്ചു കളയുകയില്ല. ഇന്നത്തെ തീച്ചൂളുകളൊന്നും ദഹിക്കുവാനുള്ളതല്ല, നശിക്കുവാനുള്ളതല്ല. മറിച്ച് നാളെ നീ തീയുടെ ഗന്ധം പുൽത്തട്ടാതെ വെളിയിൽ വരുവാൻ ഇടയായിത്തീരും. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ലോകം ഇതിലൂടെ അറിയാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ തള്ളിപ്പറയരുത്, ഉപേക്ഷിക്കരുത്. കഷ്ടപ്പെടുന്ന ആളുകളിലും ദൈവമോദിക്ക് നോക്കുക, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അവൻ സർവ ആശ്വാസമുള്ള ദൈവമാണ്. ഒരുപക്ഷെ എൻ്റെ വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ പ്രശ്നങ്ങളല്ല മറ്റൊരുവന്റെ പ്രശ്നങ്ങൾ. വിവിധ ആവശ്യങ്ങളുണ്ടായിരിക്കാം, പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ദൈവം സർവ്വ വിഷയങ്ങൾക്കും ആശ്വാസം നൽകുവാൻ ശക്തനായ ദൈവമാണ്. നീ രോഗിയാണോ? സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. നീ കടഭാരത്തിൽ വലയുന്ന വ്യക്തിയാണോ? അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. നീ മാനസികം അനുഭവിക്കുന്ന വ്യതകൾക്ക് മേൽ, ശാരീരിക വ്യതകളുടെ മേൽ, സാമ്പത്തിക തലങ്ങളുടെ മേൽ, നീ അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിനു മേലും അതിന് വേണ്ട ആശ്വാസം നൽകുവാൻ ഈ ദൈവം വിശ്വസനാണ്. അവൻ സർവ ആശ്വാസങ്ങളെയും ഉറവിടമാക്കിയാൽ അവനിൽ ആശ്രയിക്കാം, അവനെ അനുഗമിക്കാം, അവനിൽ വിശ്വസിക്കാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം. നിശ്ചയമായും ആശ്വാസം നിനക്ക് ലഭ്യമായി. പക്ഷേ സാഹചര്യങ്ങൾ പറയും, ഇല്ല, നിനക്ക് ഒരു മാറ്റം ഉണ്ടാകുകയില്ല, നീ രക്ഷപ്പെടുകയില്ല, വിടുതൽ പ്രാപിക്കുകയില്ല, ആശ്വാസം നിനക്ക് ഒരിക്കലും ലഭിക്കുകയില്ല, നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെങ്കിൽ സാഹചര്യങ്ങളെ വാർത്ത പറഞ്ഞേക്കാം, ബുദ്ധി അതിന് ആമേൻ പറഞ്ഞേക്കാം, പിശാചും എന്റെ നാശം അടുത്തെന്ന് പറഞ്ഞേക്കാം. പക്ഷെ നീ അത് വിശ്വസിക്കരുത്. ഞാൻ സേവിക്കുന്ന ദൈവമുണ്ട്. അവനെ വിടുവിക്കുവാൻ തക്ക രീതിയിൽ മനസ്സലിവുള്ള പിതാവാണ്. എനിക്ക് സർവ ആശ്വാസം എന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന മിഷനുണ്ട് വിടുതലിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും ഏത് പ്രശ്നമായാലും വിടുവിക്കുവാൻ കഴിയുന്ന മനസ്സിലുള്ളൊരു പിതാവുണ്ട്. നമ്മുടെ സാന്നിധ്യം ഇന്നും നിന്നെ തേടി വരികയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ നിന്നെ, നിന്റെ കണ്ണുനീരൊപ്പുവാൻ, ഹൃദയം പിടച്ച നിന്നെ ആശ്വസിപ്പിക്കുവാൻ, തളർന്നുപോയ നിന്നെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യം, മനസ്സിലുള്ള പിതാവിന്റെ സാന്നിധ്യം, സർവ ആശ്വാസവും പകർന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ തേടി വരികയാണ്. ഇരിക്കുന്ന ഇടത്തേക്ക് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വരിക. നമുക്ക് വിശ്വാസാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഈ സന്ദേശം കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ സമസ്ത ആവശ്യങ്ങളുമേലും കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രവർത്തനം സന്തോഷിപ്പാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരനുഭവിക്കുന്ന കർത്താവേ കഷ്ടതയുടെ നടുവിൽ വിടുതൽ നൽകണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. കടഭാരങ്ങൾ നീ അന്തം വരുത്തുമാറാകണമേ. കർത്താവേ ലഭിക്കേണ്ട നന്മ ലഭിക്കുവാൻ, വിവാഹം നടക്കുവാൻ, ജോലി ലഭിക്കുവാൻ, വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ, ലഭിക്കേണ്ട പ്രൊമോഷൻ ലഭിക്കുവാൻ, ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുവാൻ, കർത്താവ് ലഭിക്കേണ്ട സർക്കാർ രേഖകൾ ലഭിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിലെ സകല അസാധ്യ തലങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുടച്ചു മാറ്റുകയാണ്. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ കഴിയുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചെന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമേ. കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദർശന ശ്രമിച്ചതിനായി നന്ദി പറയുന്നു. തുടർന്നും മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ സന്ദർശനം നിങ്ങൾക്ക് യൂട്യൂബിൽ വചനമാരി ചാനൽ എന്നതിൽ യൂട്യൂബിൽ കാണാൻ കഴിയും. വചനമാരി ചാനൽ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഞങ്ങൾക്ക് അയച്ചു നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മെസ്സേജ് അയച്ചു തരാം. അതിൻ്റെ നമ്പർ 75 10 320 645 75 10 320 645. നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളെ വിടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഫോൺ നമ്പർ 96 56 320 645 96 56 320 645. സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വിലയിൽ മുന്നേറാം. നമ്മുടെ ദൈവം മനസ്സിലുള്ള പിതാവാണ്. സർവ്വ ആശ്വാസങ്ങൾ ഉറവിടമാകിയാൽ ഒന്നിനെ വിടുവിക്കും, സഹായിക്കും, ആശ്വസിപ്പിക്കും. ആ നന്മ കണ്ട് സ്തോത്രം ചെയ്യുവാൻ ദൈവം നിനക്ക് അവസരമൊരുക്കും. ഓക്കെ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.